ചൊറിച്ചിൽ വരുത്താൻ താല്പര്യമില്ലാത്തതിനാൽ കുംഭമേള സന്ദർശിച്ചപ്പോൾ കുളിക്കാൻ ഇറങ്ങിയില്ല എന്ന് ഫുട്ബോൾ താരം CK വിനീത് മാതൃഭൂമി അക്ഷരോത്സവത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുംഭമേളയിൽ താൻ പോയപ്പോൾ കണ്ടത് വലിയ ആൾക്കൂട്ടത്തെയാണ് എന്നും തനിക്ക് അവിടെ വേറെ ഒന്നും ചെയ്യാൻ ഉണ്ടായിരുന്നില്ല എന്നും അദ്ദേഹം പറയുകയാണ്. ചൊറി പിടിച്ച് തിരിച്ചു വരാൻ താല്പര്യമില്ലാത്തതിനാൽ കുംഭമേളയിൽ കുളിക്കാൻ താല്പര്യമില്ലായിരുന്നു എന്നും അത്രയും വൃത്തിയില്ലാത്ത വെള്ളമായിരുന്നു അതിൽ ഉണ്ടായിരുന്നത് എന്നും അദ്ദേഹം പറയുകയാണ്. പുറത്തു നിന്ന് കാണുന്നത് പോലെ കുംഭമേള വലിയ സംഭവമാണ് എന്ന് കരുതിയാണ് പോയതെന്നും എന്നാൽ തന്റെ അനുഭവത്തിൽ കുംഭമേള ഭയങ്കരമായ സംഭവം ഒന്നുമല്ല എന്നും വലിയ തോതിലുള്ള ആൾക്കൂട്ടമുള്ള സ്ഥലം മാത്രമാണ് എന്നും CK വിനീത് പറയുകയാണ്. നിങ്ങളൊരു വിശ്വാസിയാണെങ്കിൽ അവിടെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ ഉണ്ടാകുമെന്നും അതല്ലാതെ പ്രത്യേകിച്ച് കാണാനോ ചെയ്യാനോ ഒന്നും അവിടെ ഇല്ല എന്നും അദ്ദേഹം പറയുകയാണ്. ഒരു ഭാഗത്ത് അഗാഢകളും നാഗസന്യാസിമാരെയും അവിടെ കാണാമെന്നും പറഞ്ഞ വിനീത് മറ്റൊരു ഭാഗത്ത് കുളിക്കാൻ വന്ന ജനങ്ങൾ അവരുടെ ജീവിതം, അവർ നിൽക്കുന്ന രീതി, അവരുടെ താമസമൊക്കെ കാണാൻ സാധിക്കുമെന്നും പറയുന്നുണ്ട്. അത് കഴിഞ്ഞാൽ അവിടെ ജനങ്ങൾ വരുമെന്ന് അറിഞ്ഞ് ഉപജീവനത്തിനായി വരുന്ന പലതരം മനുഷ്യരെയും കാണാമെന്നും അങ്ങനെ പലവിധം ആൾക്കാരെയാണ് ഉള്ളത് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. തന്നെ ആകർഷിച്ചത് ഇവരാണെന്നും അല്ലാതെ നാഗസന്യാസിമാരോ വസ്ത്രം ഉടുക്കാതെ നടക്കുന്ന ആളുകളോ അല്ല എന്നും CK വിനീത് പറയുന്നുണ്ട്. അതേസമയം അത്തരം കച്ചവടക്കാരുടെ അടുത്ത് ആരും പോവില്ല എന്നും വൃത്തിയുടെയും സൗകര്യത്തിന്റെയും സാഹചര്യത്തിന്റെയും പ്രശ്നങ്ങൾ അവിടെ ഉണ്ട് എന്നും വലിയ തരത്തിലുള്ള PR അതിൽ നൽകിയിട്ടുണ്ട് എന്നും അതിനനുസരിച്ചുള്ള താമസ സൗകര്യങ്ങളോ മറ്റോ നൽകുന്നില്ല എന്നും CK വിനീത് ഓർമ്മിപ്പിക്കുകയാണ്. മരത്തിന്റെ ചുവട്ടിലും ടെന്റിനിടയിലുമെല്ലാമാണ് 1000-ഓളം ആളുകൾ കിടക്കുന്നത് എന്നും അപ്പോഴും അവർ നരേന്ദ്രമോദിക്ക് ജയ്, യോഗിക്ക് ജയ് എന്നത് തന്നെയാണ് പറയുന്നത് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അവരുടെ PR വർക്കിൽ പറയുന്നത് വേറെയും എക്സ്പീരിയൻസ് ചെയ്യുന്നതും റിയാലിറ്റിയും വേറെ കാര്യങ്ങളാണ് എന്നും CK വിനീത് പറയുന്നുണ്ട്. ചിത്രങ്ങളും മറ്റും വഴി കാണിക്കാൻ പാടില്ലാത്ത പല കാര്യങ്ങളും അവിടെ കാണാൻ കഴിയുമെന്ന് പറയുന്നുണ്ട്. മഹാകുംഭമേളയിൽ ഉണ്ടായ അപകടങ്ങളിൽ UP സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി രംഗത്ത് വന്നിരിക്കുകയാണ്. പ്രയാഗ്രാജിൽ നടന്ന കുംഭമേളയ്ക്കിടെ പല അപകടങ്ങളിലായി നിരവധി ആളുകൾ മരിച്ച സാഹചര്യത്തിലാണ് മമതയുടെ ഈ വിമർശനം. മുന്നൊരുക്കങ്ങൾ നടത്തുന്നതിൽ യോഗി ആദിത്യനാഥ് സർക്കാർ പൂർണ്ണ പരാജയമാണ്. മഹാകുംഭമേളയ്ക്കെത്തിയ ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാനുള്ള നടപടികളിലും ഗുരുതരമായ വീഴ്ചയാണ് ഉണ്ടായത് എന്ന് മമതാ ബാനർജി ആരോപിക്കുകയാണ്. VIP-കൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ നൽകുമ്പോൾ സാധാരണക്കാർക്ക് അവശ്യ സൗകര്യങ്ങൾ നിഷേധിക്കപ്പെടുകയാണ് എന്ന് മമത ആരോപിച്ചിരിക്കുകയാണ്.